ബിസിനസ് തുടങ്ങിയിട്ട് 1 വീക്കിൽ തന്നെ ഇത്ര റിസൾട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. സോ ഒരുപാട് ഹാപ്പി ആയിരിക്കുന്ന നെക്സ്റ്റ് വീക്കിലാണ് നമുക്ക് 50,000 ലോസ് വരുന്നതും നമ്മൾ പറ്റിക്കപ്പെട്ടു എന്ന് അറിയുന്നത്. സീറോയിൽ തുടങ്ങി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ ലോസ് ആയിരുന്നു അത്. പിക്കിളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ബീഫിൽ ബോൺലെസ് പീസാണ്. അതിൽ നെയ്യോ പാടയോ ഒന്നും പാടില്ല. അങ്ങനെ ആയിരിക്കണം ബീഫ് പിക്കിൾ ഇടുന്നത്. പിക്കിളായിട്ട് നമ്മൾ എടുത്ത ബീഫ് മീറ്റിൽ അവർ ഒരുപാട് ബോണും നെയ്യും പാടയും ഒക്കെ ഇട്ടിട്ട് ആകെ പറ്റിപ്പ് പരിപാടിയായിരുന്നു അന്ന് നമ്മളോട് കാണിച്ചത്. പിക്കിൾ മേക്കിങ്ങിനായിട്ട് അന്ന് കാലത്ത് 10 മണിക്ക് നിന്നിട്ട് പിറ്റേ ദിവസം 6 മണിക്കാണ് നമ്മുടെ പിക്കിളിന്റെ മേക്കിംഗ് പ്രോസസ്സ് കഴിഞ്ഞത്. നമ്മളെ മാക്സിമം നമ്മൾ അതിൽ നിന്ന് എടുത്ത് ബോണും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റാൻ ശ്രമിച്ചെങ്കിലും മേക്കിംഗ് കഴിഞ്ഞപ്പോൾ പിക്കിളിന് ആ ക്വാളിറ്റി ഇല്ലാത്തതിനെ കൊണ്ട് നമുക്ക് അതെല്ലാം കളയേണ്ടി വന്നു. ഫിനാൻഷ്യലി ലോസും സംഭവിച്ചു. ഡിപ്രഷനും സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഒരുപോലെ അനുഭവിച്ച ഒരു ടൈമായിരുന്നു അത്. അന്ന് നമ്മൾ ആ ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ് സെയിൽ ചെയ്തിരുന്നെങ്കിൽ വലുമാസ് എന്നുള്ള ബ്രാൻഡ് നിങ്ങളിൽ നിന്ന് നല്ല ഫീഡ്ബാക്കോട് കൂടി ഉണ്ടാവില്ലായിരുന്നു. നമുക്ക് ഒരുപാട് ലോസ് സംഭവിച്ചാലും ക്വാളിറ്റി ഇല്ലാത്ത പ്രോഡക്റ്റ് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കില്ല എന്നുള്ളതാണ് വെല്ലുമാസിന്റെ അടിയുറച്ച തീരുമാനം. മാത്രമല്ല നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മളോട് ഒരു വിശ്വാസം വേണം. അത് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യുകയും ചെയ്യും.